നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കട്ടപ്പനയിലെ നിക്ഷേപകന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട CPI നേതാവ് KK ശിവരാമന്റെ പരാമർശത്തിന് മറുപടിയുമായി CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. ശിവരാമന്റെ മാനസിക നില CPI പരിശോധിക്കണം. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ അവജ്ഞയോടെ തള്ളുന്നു. ഞങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകാൻ ശിവരാമനെ ചുമതലപ്പെടുത്തിയിട്ടില്ല. CPMനെ നന്നാക്കാൻ ശിവരാമൻ ശ്രമിക്കേണ്ടെന്നും CV വർഗീസ്. കുട്ടിക്കാനത്ത് പുതുവത്സരാഘോഷത്തിനിടെ കാർ കൊക്കയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. മരിച്ചത് കാഞ്ഞിരപ്പള്ളി ആനിത്തോട്ടം സ്വദേശി ഫൈസൽ. അപകടമുണ്ടായത് ചൊവ്വാഴ്ച രാത്രി. 42-കാരിയായ ആസാം സ്വദേശിയെ പീഡിപ്പിച്ച കട്ടപ്പന സ്വദേശി പിടിയിൽ. കട്ടപ്പന പോലീസിന്റെ പിടിയിലായത് വള്ളക്കടവ് കരിമ്പാനിപ്പിടി സ്വദേശി രാജേഷ് രാമചന്ദ്രൻ. കട്ടപ്പന നഗരസഭാ പരിധിയിലെ സ്ഥാപനങ്ങളിലും ടൗണിനോട് ചേർന്ന വീടുകളിലും ജൈവമാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനായി നിശ്ചയിച്ചിരിക്കുന്ന തുക വ്യാപാരികൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി പരാതി. വിഷയത്തിൽ അനുകൂലമായ നടപടി ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായ സമിതി നഗരസഭാ അധികൃതർക്ക് നിവേദനം നൽകി. വിശദമായ വാർത്തകൾ. കട്ടപ്പനയിലെ നിക്ഷേപകന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് CPI നേതാവ് KK ശിവരാമന്റെ പരാമർശത്തിന് മറുപടിയുമായി CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. ശിവരാമന്റെ മാനസിക നില CPI പരിശോധിക്കണം. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ അവജ്ഞയോടെ തള്ളുന്നു. ഞങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകാൻ ശിവരാമനെ ചുമതലപ്പെടുത്തിയിട്ടില്ല. CPMനെ നന്നാക്കാൻ ശിവരാമൻ ശ്രമിക്കേണ്ട. M മണിയുടെ പരാമർശത്തെ ഒറ്റതിരിഞ്ഞ് കാണേണ്ട. നിക്ഷേപകന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് VR സജിയുടെ പങ്ക് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കുറ്റക്കാരനെന്ന് തെളിഞ്ഞാൽ അപ്പോൾ നോക്കാം. സജിയുടെ വിശദീകരണത്തിൽ പാർട്ടിക്ക് തൃപ്തിയുണ്ടെന്നും CV വർഗീസ് തൊടുപുഴയിൽ പറഞ്ഞു. പിന്നെ ശിവരാമൻ സഖാവിൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് CPI ആണ് പരിശോധിക്കുക. അദ്ദേഹം ഏത് മാനസികാവസ്ഥയിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് CPI ആണ് പരിശോധിക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ ഞങ്ങൾ അവജ്ഞയോട് തള്ളിക്കളയുക. കാരണം സാമൂഹ്യ ബോധവും മനുഷ്യത്വമൊന്നും CPMനെ ഉപദേശിപ്പിക്കാൻ, ഞങ്ങൾക്ക് മാർഗരേഖ നൽകാൻ ഞങ്ങൾ ശിവരാമനെ ചുമതലപ്പെടുത്തിയിട്ടില്ല. ശിവരാമൻ്റെ പാർട്ടിയെ നോക്കിയാൽ മതി. CPMനെ നന്നാക്കാൻ വേണ്ടി ശിവരാമൻ ശ്രമിക്കേണ്ടതില്ല. അപ്പോൾ അവണിയാശ നടത്തിയ പരാമർശത്തെ ഒറ്റതിരിച്ച് കാണേണ്ടതില്ല. ഏത് സാഹചര്യത്തിലും അദ്ദേഹം ആത്മഹത്യ ചെയ്യാനിടയായ അതിൻ്റെ സാഹചര്യം എന്താണെന്ന് പറയാനാണ് പറഞ്ഞത്. അന്നേരം മണിയാശൻ തന്നെ മാധ്യമങ്ങളത് വ്യക്തമാക്കിയിട്ടുണ്ട്. സജി ദീർഘകാലമായി സംസാരിച്ച സമയത്ത് വന്ന ഒരു സംസാരമധ്യേ വന്നിട്ടുള്ള ഒരു പ്രയോഗമാണ്. ആ നിയമപരമായി പോലീസ് അന്വേഷിക്കേണ്ടതാണ്. അത് കേസൊന്നും നിലനിൽക്കാനുള്ള ഒരാളെ സംസാരമധ്യേ വന്ന ഒരു വാക്കെടുത്ത് CPM വിരുദ്ധ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന നിങ്ങളത് ഉപയോഗിച്ചു. ഏതെങ്കിലും ഇന്ത്യയിൽ അനുവദിക്കുന്ന ഏതെങ്കിലും പീനൽ കോഡ് അനുസരിച്ച് സജിയുടെ പേരിൽ ഏതെങ്കിലും കേസ് നിലനിൽക്കുന്ന വരട്ടെ, അന്നേരം ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ സജിയുടെ ഭാഗത്ത് ഈ കാര്യത്തിൽ കാര്യമായ ഉണ്ടായിട്ടില്ലെന്ന് തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. സജിയുടെ അഭിപ്രായം ചോദിക്കുമല്ലോ, അത് കേട്ടല്ലോ, ഞാൻ തന്നെ കേട്ടല്ലോ. കേട്ടപ്പോൾ തന്നെ ഞാൻ അന്ന് തന്നെ കൂടെ പറഞ്ഞല്ലോ, അങ്ങനെ സംസാരം പറ്റിയ ഒരു വാക്ക് വന്നതിൻ്റെ പേരിൽ ഏതെങ്കിലും നടപടി എടുക്കേണ്ടതായ സാരിയില്ല. ഇനി അതിനകത്ത് നിയമപരമായിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ വരട്ടെ, വരുമ്പോൾ ഞങ്ങൾ അതിനെ ആധിപത്യം നേരിടും. കുട്ടിക്കാനത്ത് പുതുവത്സര ആഘോഷത്തിനിടെ കാർ കൊക്കയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. കാഞ്ഞിരപ്പള്ളി ആനിത്തോട്ടം സ്വദേശി ഫൈസലാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാത്രി 10:30 സംഭവം. കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും പുതുവത്സരാഘോഷത്തിനായി എത്തിയ യുവാക്കളുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. വാഹനം നിർത്തി യുവാക്കൾ പുറത്തിറങ്ങിയ സമയം വാഹനത്തിലുണ്ടായിരുന്ന യുവാവുമായി കാർ കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് അപകടം നടന്നത്. ഈരാറ്റുപേട്ടയിൽ നിന്നും പുതുവത്സര ആഘോഷത്തിനെത്തിയ യുവാക്കളിൽ ഉൾപ്പെട്ടയാളാണ് ഫൈസൽ. വാഹനം നിർത്തി മറ്റുള്ളവർ പുറത്തിറങ്ങിയ സമയം ഫൈസൽ വാഹനത്തിനുള്ളിൽ ഇരിക്കുകയായിരുന്നു. ഇതിനിടയിൽ കാർ കൊക്കയിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത്. ഫയർഫോഴ്സിന്റെയും ഈരാറ്റുപേട്ടയിൽ നിന്നുമുള്ള സന്നദ്ധ സംഘടനകളായ ടീം എമർജൻസി, ടീം നന്മക്കൂട്ടം എന്നിവരുടെയും സംയുക്ത തിരച്ചിലിനൊടുവിലാണ് 350 അടിയോളം താഴ്ചയിൽ നിന്നും യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം പീരുമേട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. 42-കാരിയായ ആസാം സ്വദേശിനിയെ പീഡിപ്പിച്ച കട്ടപ്പന സ്വദേശി പിടിയിൽ. കട്ടപ്പന വള്ളക്കടവ് കരിമ്പാനിപ്പിടി സ്വദേശി രാജേഷ് രാമചന്ദ്രനാണ് കട്ടപ്പന പോലീസിന്റെ പിടിയിലായത്. വള്ളക്കടവ് കരിമ്പാനിപ്പടി സ്വദേശി രാജേഷ് രാമചന്ദ്രനാണ് പോലീസിന്റെ പിടിയിലായത്. ആസാം സ്വദേശിനിയായ 42-കാരി കട്ടപ്പന പുളിയന്മലയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ഇതിനിടെയാണ് ഇവർക്കും ഭർത്താവിനും ജോലി വാഗ്ദാനം നൽകി രാജേഷ്
സമീപിച്ചത്. തുടർന്ന് ഭർത്താവിന് എറണാകുളത്ത് ജോലി നൽകി. യുവതിക്ക് തൃശൂരിലാണ് ജോലി നൽകാമെന്ന് പറഞ്ഞത്. 2 ദിവസം കഴിഞ്ഞ് തൃശൂരിൽ എത്തിക്കാമെന്നറിയിച്ച് രാജേഷ് ഇവരെ കട്ടപ്പനയിലുള്ള ലോഡ്ജിൽ എത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് പരാതി. ലോഡ്ജിൽ നിന്നും രക്ഷപ്പെട്ട ഇവർ കട്ടപ്പന പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി. കട്ടപ്പന SHO TC മുരുകൻ, SI എബി ജോർജ്, CPOമാരായ ബിജു KM, സോഫിയ KS, ACPOമാരായ ശ്രീജിത്ത് VM, അൽബാഷ് P രാജു തുടങ്ങിയവരാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. ഇയാളെ കട്ടപ്പന കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കട്ടപ്പന നഗരസഭാ പരിധിയിലെ സ്ഥാപനങ്ങളിലും ടൗണിനോട് ചേർന്ന വീടുകളിലും ജൈവമാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനായി നിശ്ചയിച്ചിരിക്കുന്ന തുക വ്യാപാരികൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി പരാതി. വിഷയത്തിൽ അനുകൂലമായ നടപടി ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ നഗരസഭാ അധികൃതർക്ക് നിവേദനം നൽകി. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് 2025 മാർച്ച് 25-നകം എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളും ജൈവമാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന സംവിധാനങ്ങൾ സ്വയം ഏർപ്പെടുത്തുകയോ നഗരസഭ നിർദ്ദേശിക്കുന്ന ഏജൻസികൾക്ക് യൂസർ ഫീ നൽകി കൈമാറുകയോ ചെയ്യണമെന്ന് നിർദ്ദേശമുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് കട്ടപ്പന നഗരസഭാ പരിധിയിൽ ജൈവമാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഇല്ലാത്ത വ്യാപാര സ്ഥാപനങ്ങളിലും ടൗണിനോട് ചേർന്നുള്ള വീടുകളിലും അപ്പാർട്ട്മെന്റുകൾക്കും നഗരസഭാ അധികൃതർ നോട്ടീസ് നൽകിയത്. ജൈവമാലിന്യങ്ങൾ അംഗീകൃത ഏജൻസികൾക്ക് കൈമാറണമെന്നാണ് നിർദ്ദേശം. വീടുകൾക്കും അപ്പാർട്ട്മെന്റുകൾക്കും പ്രതിമാസം 750 രൂപ, സ്ഥാപനങ്ങൾക്ക് 5 കിലോ വരെ 50 രൂപ എന്നിങ്ങനെയാണ് ഏജൻസിക്ക് നൽകേണ്ട ഫീസ്. എന്നാൽ ഈ തുക വ്യാപാരികൾക്ക് പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഹോട്ടൽ, പച്ചക്കറി തുടങ്ങിയ സ്ഥാപനങ്ങളിൽ ഓരോ ദിവസവും 5 കിലോയേക്കാൾ ഇരട്ടിയിലധികം ജൈവമാലിന്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ സാഹചര്യത്തിൽ വലിയ തുകയാണ് ഏജൻസിക്ക് നൽകേണ്ടി വരിക. ഇത് വ്യാപാര സ്ഥാപനങ്ങളെ അടച്ചുപൂട്ടലിലേക്ക് തള്ളിവിടും. ഈ സാഹചര്യത്തിലാണ് നഗരസഭാ ചെയർപേഴ്സണ് നിവേദനം നൽകിയതെന്ന് വ്യാപാരി വ്യവസായി സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് മജീഷ് ജേക്കബ് പറഞ്ഞു. ജൈവ മാലിന്യങ്ങൾ കടയിൽ നിന്ന് എടുക്കുമ്പോൾ 50 രൂപയും പിന്നീടുണ്ടാകുന്ന ഓരോ കിലോയ്ക്കും 7 രൂപ വീത നിരക്കിലും വ്യാപാരികൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നു. അത് ഇപ്പൊ നമുക്കറിയാം, ഒരു പച്ചക്കറി വ്യാപാര സ്ഥാപനങ്ങളോ ഹോട്ടലുകൾ മുതലായ സ്ഥാപനങ്ങളിലെ വേസ്റ്റുകൾ അത് ഒരു അത്യാവശ്യം കച്ചവടമുള്ള ഒരു പച്ചക്കറി വ്യാപാരിക്ക് 150 കിലോയ്ക്ക് മുകളിലുള്ള വേസ്റ്റുകൾ വരാറുണ്ട്. ഇത് സാധാരണ കൊടുത്തുകൊണ്ടിരുന്നത് ഈ പന്നി ഫാമുകൾക്കാണ്. എന്നാൽ ഈ ഫാമുകളിലോട്ട് കൊടുക്കരുതെന്നാണ് മുനിസിപ്പാലിറ്റിയുടെ നിർദ്ദേശം. ഇവരൊരു സ്വകാര്യ കമ്പനിക്ക് ഇതിന് അനുവാദം കൊടുത്തിട്ടുണ്ട് ഈ മാലിന്യം നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ആ കമ്പനിയെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇത് കോവിഡിന് ശേഷം, ഈ പ്രളയത്തിന് ശേഷം വ്യാപാരികൾ നേരിടുന്ന ഗുരുതരമായിട്ടുള്ള ഒരു വ്യാപാര മാന്ദ്യമുണ്ട്. ഇപ്പം നമുക്കറിയാം, കാർഷിക മേഖലയിലുണ്ടായിരിക്കുന്ന വിലത്തകർച്ചയും ഉൽപ്പന്നങ്ങളുടെ കുറവും, അതും പ്രത്യേകിച്ച് ഹൈറേഞ്ചിനെ സംബന്ധിച്ച് വ്യാപാര മേഖലയെ കാര്യമായി ബാധിച്ചിരിക്കുന്ന ഈ സമയത്ത് ഇത് അമിതമായിട്ട് വരുന്നൊരു ഭാരമാണ് വ്യാപാരികളെ സംബന്ധിച്ച്. അത് താങ്ങാവുന്നതിലധികമാണ്. ഒരു വ്യാപാര സ്ഥാപനത്തിൽ എങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു 25,000 രൂപയ്ക്ക് മുകളിൽ ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി പ്രത്യേകമായി കണ്ടെത്തേണ്ട ഒരവസ്ഥയിലോട്ട് വന്നിരിക്കുന്നു. നഗരസഭാ പരിധിയിൽ സ്വന്തമായി ജൈവ മാലിന്യ സംസ്കരണ സംവിധാനമില്ലാത്ത സ്ഥാപനങ്ങളും ടൗണിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന വീടുകളും നിർബന്ധമായി ഈ പദ്ധതിയിൽ അംഗമാകേണ്ടതാണെന്നും നോട്ടീസിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കാൻ എന്ന പേരിൽ വ്യാപാരികളിൽ നിന്നും വൻ പണപ്പിരിവ് നടത്തിയിട്ടുണ്ടെന്നും വ്യാപാരികൾ ആരോപിക്കുന്നു. ഞങ്ങളെല്ലാം കൂടെ പിരിവിട്ട് 8 ലക്ഷം രൂപ കൊടുത്തേക്കുന്ന ഞങ്ങൾ ആളാൻ ഓരോ കടക്കാരോട് 10,000, 10,000, 5,000 രൂപ വെച്ച് മേടിച്ച് 8 ലക്ഷം രൂപ മൊത്തം പിരിച്ച് മുനിസിപ്പാലിറ്റി കൊടുത്തെന്നാണ് അസോസിയേഷൻ പറഞ്ഞേക്കുന്നത്. ഞങ്ങൾക്ക് അതിന്റെ കാര്യങ്ങൾ അറിയത്തില്ല. അതുപോലെ റൂഫി ചെയ്യാൻ വന്നപ്പോൾ ഞങ്ങൾ 5 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വ്യാപാരികൾ ഞങ്ങൾ പിരിവിട്ട് 5 ലക്ഷം രൂപ അതും കൊടുത്തു. ഞങ്ങൾ ഓരോ കാര്യത്തിലും ഞങ്ങൾ മുന്നിൽ നിൽക്കുന്നുണ്ട്. എല്ലാ പിരിവിനും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇത് ഇത്രയും ഭീമമായിട്ടുള്ള ഈ കച്ചവടം ഇല്ലാത്ത സാഹചര്യത്തിൽ കൊടുക്കാൻ ഞങ്ങൾക്ക് നിർവാഹമില്ല. വർഷങ്ങൾക്ക് മുമ്പ് മാലിന്യ സംസ്കരണത്തിനായി പിരിവ് നടത്തിയിട്ടും വീണ്ടും ഇത്തരത്തിൽ മാസപ്പടി വാങ്ങുന്നത് പ്രതിഷേധത്തിന് കാരണമാകുമെന്നും നിലവിൽ വ്യാപാര മേഖല ബുദ്ധിമുട്ട് നേരിടുന്ന സന്ദർഭത്തിൽ വൻതുക മാലിന്യ സംസ്കരണത്തിന്റെ പേരിൽ ഈടാക്കാൻ കഴിയില്ലെന്നും വ്യാപാരികൾ പറഞ്ഞു. മാങ്കുളത്ത് ഗ്രാമപഞ്ചായത്ത് അംഗത്തിന് കുത്തേറ്റു. ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും 8ാം വാർഡ് അംഗവുമായ കിഴക്കേൽ ബിബിൻ ജോസഫിനാണ് കത്തികൊണ്ടുള്ള ആക്രമണത്തിൽ പരിക്കേറ്റത്. ബിബിൻ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ മൂന്നാർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം നടന്നത്. മാങ്കുളം ടൗണിൽ വെച്ച മാങ്കുളം ഗ്രാമപഞ്ചായത്ത് അംഗമായ കിഴക്കേൽ ബിബിൻ ജോസഫിന് കുത്തേൽക്കുകയായിരുന്നു. സംഭവത്തെ തുടർന്ന് പരിക്കേറ്റ ബിബിനെ ആദ്യം അടിമാലിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് എറണാകുളത്തെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ മാങ്കുളം സ്വദേശികളായ 2 പേർ ഉൾപ്പെട്ടിട്ടുള്ളതായാണ് മൂന്നാർ പോലീസ് നൽകുന്ന വിവരം. ഇവരുമായി ഉണ്ടായ വാക്കുതർക്കത്തിനിടയിൽ അപ്രതീക്ഷിതമായി ബിബിന് കുത്തേൽക്കുകയായിരുന്നുവെന്ന് മൂന്നാർ സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞു. സംഭവത്തിൽ പോലീസ് ബിബിന്റെ മൊഴി രേഖപ്പെടുത്തും. ഇതിനുശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നും സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായും മൂന്നാർ CI വ്യക്തമാക്കി. ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും നിലവിൽ 8ാം വാർഡ് അംഗവുമാണ് പരിക്കേറ്റ ബിബിൻ ജോസഫ്.
ഓശാനം സ്വിമ്മിംഗ് അക്കാദമി 5-ന് കട്ടപ്പനയിൽ അന്താരാഷ്ട്ര നീന്തൽ മത്സരം നടത്തും. ഓശാനം സ്കൂൾ സുവർണ ജൂബിലി ആഘോഷവും വാർഷികവും 10-ന് നടക്കുമെന്നും സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കട്ടപ്പന ഓസാന സ്വിമ്മിംഗ് അക്കാദമി 5-ന് കട്ടപ്പനയിൽ അന്താരാഷ്ട്ര നീന്തൽ മത്സരം നടത്തും. അക്കാദമിയുടെ സ്വിമ്മിംഗ് പൂളിൽ നടക്കുന്ന മത്സരത്തിൽ സ്പെയിൻ, ഫ്രാൻസ്, കാനഡ, ജർമ്മനി, ഇറ്റലി രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങൾ ഉൾപ്പെടെ 50-ലേറെ പേർ പങ്കെടുക്കും. ഉച്ചകഴിഞ്ഞ് 2-ന് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ ഓസാന സ്വിമ്മിംഗ് അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം ഇടുക്കിയിലെ തന്നെ ആദ്യത്തെ സ്വിമ്മിംഗ് അക്കാദമിയാണ്. ഈ അക്കാദമിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ഹൈറേഞ്ചിലെ കുട്ടികളെ മാത്രമല്ല മുതിർന്നവരെയും സ്വിമ്മിംഗ് പഠിപ്പിക്കുക, അതുവഴി ജീവൻ രക്ഷിക്കുക. ഈ ഒരു മൂല്യം കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ സ്വിമ്മിംഗ് അക്കാദമി ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 8 മാസമായിട്ട് ഇത് വളരെ നന്നായിട്ട് പ്രവർത്തിച്ചു പോകുന്നു. സ്കൂളിലുള്ള ഏകദേശം 1400ഓളം വിദ്യാർത്ഥികൾ ഇതിന്റെ ഭാഗമായി അവരെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി കട്ടപ്പനയിലെ വിവിധ പ്രദേശങ്ങളിലെയും ഇടുക്കിയിലെയും മറ്റു ഡിസ്ട്രിക്റ്റിലെയും ഒക്കെ ആൾക്കാർ ഒരു കോമ്പറ്റീഷൻ എന്താണെന്ന്, സ്വിമ്മിംഗ് കോമ്പറ്റീഷൻ എന്താണെന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്റർനാഷണൽ ലെവലിൽ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഫ്രാൻസ്, ജപ്പാൻ, സ്പെയിൻ, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നൊക്കെ സ്വിമ്മേഴ്സ് വന്നിട്ട് ഇവിടെ കോമ്പറ്റ് ചെയ്യുകയാണ്. അതുവഴിയായിട്ട് കൂടുതൽ കാണികൾ ഇവിടെ ഉണ്ടാകും. അതുവഴിയായിട്ട് അവർ സ്വിം ചെയ്യുന്ന കാണുമ്പോൾ ഞങ്ങൾക്കും അതിന് ഭാഗമാകണം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുക എന്നൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം. 14 വയസ്സിൽ താഴെയുള്ളവരുടെ വിഭാഗത്തിൽ ആദ്യ 3 സ്ഥാനക്കാർക്ക് 5000, 3000, 2000 രൂപ സമ്മാനവും 14 മുതൽ 22 വയസ്സ് വരെയുള്ളവരുടെ വിഭാഗത്തിൽ യഥാക്രമം 10000, 5000, 3000 രൂപ സമ്മാനവും 22 വയസ്സിന് മുകളിലുള്ളവരുടെ വിഭാഗത്തിൽ യഥാക്രമം 10000, 5000, 3000 രൂപ സമ്മാനവും നൽകും. ജില്ലയിൽ നിന്നുള്ള താരങ്ങൾക്കും അവസരമുണ്ട്. ഈ 5-ാം തീയതിയാണ് സംഭവം നടക്കുന്നത്. 6ഓളം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. പാലായിലുള്ള തോപ്പൻസ് അക്കാദമിയാണത് നമ്മൾ സഹായിക്കുന്നത് നടത്താൻ വേണ്ടി. എൻ്റെ പേര് മാത്യു. ഞങ്ങൾ ഇതൊരു സ്വിമ്മിംഗ് കോമ്പറ്റീഷൻ മാത്രമായിട്ടല്ല നടത്തുന്നത്. ഈ അടുത്തൊരു കൊല്ലത്തേക്ക് നടക്കാൻ പോകുന്ന വ്യത്യസ്തമായ ട്രേഡ് ഷോകളും സ്പൈസ് കോൺഫറൻസുകളും മറ്റ് സമിറ്റുകളും ഒക്കെ ചെയ്ത് ഈ ഒരു കൊല്ലത്തോളം നീണ്ട പ്രോഗ്രാമിലൂടെ കട്ടപ്പനയെ നമ്മുടെ കേരളത്തിൻ്റെയും ഗ്ലോബൽ മാപ്പിൽ ഒരു വലിയ സ്പേസ് ആയിട്ട് കൊണ്ടുവരിക, നമ്മുടെ ബിസിനസ്സുകളും നമ്മുടെ ട്രേഡുകളും നമ്മുടെ ടൂറിസം വളർത്തിയെടുക്കുക, നമ്മുടെ കമ്മ്യൂണിറ്റികളെ വീണ്ടും കൊഹിറന്റ് ആയിട്ട് വളർത്തിയെടുക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഇതൊരു സ്വിമ്മിംഗ് കോമ്പറ്റീഷൻ മാത്രമല്ല. കട്ടപ്പന ഓസാനം ഇംഗ്ലീഷ് മീഡിയം HSS സുവർണ ജൂബിലി ആഘോഷവും വാർഷികവും ഈ മാസം 10-ന് നടക്കും. ഉച്ചകഴിഞ്ഞ് 3-ന് മന്ത്രി റോഷി അഗസ്റ്റിൻ ജൂബിലിയും അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP വാർഷികവും ഉദ്ഘാടനം ചെയ്യും. ഈ നാട്ടിലുള്ള സാധാരണക്കാരായ കർഷകരുടെ മക്കൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വേണമെന്നുള്ള ചിന്തയിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഒരു ആശയവും ആണ് ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ പിന്നിലുള്ളതെന്ന് നമുക്കറിയാം. അത് 49 വർഷം പിന്നിടുന്നു എന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അങ്ങനെ അതിന്റെ ഒരു ഗോൾഡൻ ജൂബിലി വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ ജനുവരി 10-ാം തീയതി സ്കൂളിന്റെ 49ാമത് ആനുവൽ ഡേയും അതോടനുബന്ധിച്ച് ഗോൾഡൻ ജൂബിലി ഉദ്ഘാടനവും ബഹുമാനപ്പെട്ട ജലവകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സാറ് നിർവഹിക്കുകയാണ്. മാനേജർ ഫാദർ ജോസ് മാത്യു പറപ്പടിൽ അധ്യക്ഷനാകും. നഗരസഭാ ചെയർപേഴ്സൺ വീണ ടോമി, കൌൺസിലർ സോണിയ JB, MG സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സെറീക് തോമസ്, ഫാദർ ബോബി അലക്സ് മണ്ണംപ്ലാക്കൽ, ബോബി കുര്യൻ തുടങ്ങിയവർ സംസാരിക്കും. വൈകിട്ട് 6 മുതൽ കലാപരിപാടികൾ ആരംഭിക്കും. അത് പാഠ്യേതര മേഖലയിലെല്ലാം വളരെ ഉന്നതമായിട്ടുള്ള വിജയങ്ങൾ നേടിയെടുത്തുകൊണ്ട് ഇടുക്കി ജില്ലയിലെ തന്നെ ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസ സ്ഥാപനമായിട്ട് ഓസാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മാറിയിട്ടുണ്ട്. സ്കൂളിൻ്റെ ഗോൾഡൻ ജൂബിലിയുടെ തുടക്കം ഈ മാസം നടക്കുകയാണ്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളാണ് ജൂബിലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ മാനേജർ ഫാദർ ജോസ് മാത്യു പറപ്പള്ളിൽ, പ്രിൻസിപ്പൽ ഫാദർ മനു മാത്യു, ഹെഡ്മാസ്റ്റർ ഡേവിഡ് TJ, PTA പ്രസിഡന്റ് സജി തോമസ്, സുബിൻ ബേബി, മാത്യു സെബാസ്റ്റ്യൻ, അതുൽ ജോർജ് എന്നിവർ പങ്കെടുത്തു. വിനോദസഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതോടെ അടിമാലി, മൂന്നാർ മറയൂർ, മൂന്നാർ കോവിലൂർ മേഖലകളിലേക്ക് പോകുന്ന സ്വകാര്യ ബസ് സർവീസുകൾ പ്രതിസന്ധി നേരിടുന്നുവെന്ന പരാതിയുമായി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അടിമാലി യൂണിറ്റ് ഭാരവാഹികൾ രംഗത്ത്. അടിമാലി മുതൽ പാതയോരത്തെ അനധികൃത പാർക്കിങ്ങിനെ തുടർന്നുണ്ടാകുന്ന ഗതാഗതക്കുരുക്കിൽ സ്വകാര്യ ബസ്സുകൾക്ക് സമയകൃത്യത പാലിച്ച് റൂട്ടുകളിൽ ഓടിയെത്താൻ കഴിയാത്ത സ്ഥിതിയെന്നാണ് പരാതി. പഞ്ചായത്ത്, പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് എന്നിവരുടെ ഇടപെടലിലൂടെ
പ്രശ്നപരിഹാരം ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. വിനോദസഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതോടെ ദേശീയപാത 85-ലടക്കം വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. ഈ സാഹചര്യത്തിലാണ് ഗതാഗത കുരുക്ക് മൂലം അടിമാലി മൂന്നാർ മറയൂർ കോവിലൂർ മേഖലകളിലേക്ക് നടന്നുവരുന്ന സ്വകാര്യ ബസ് സർവീസുകൾ പ്രതിസന്ധി നേരിടുന്നുവെന്ന പരാതിയുമായി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അടിമാലി യൂണിറ്റ് ഭാരവാഹികൾ രംഗത്തെത്തിയിട്ടുള്ളത്. അടിമാലി മുതൽ പാതയോരത്തെ അനധികൃത പാർക്കിങ്ങിനെ തുടർന്നുണ്ടാകുന്ന ഗതാഗത കുരുക്കിൽ സ്വകാര്യ ബസ്സുകൾക്ക് സമയകൃത്യത പാലിച്ച് റൂട്ടുകളിൽ ഓടിയെത്താൻ കഴിയാത്ത സ്ഥിതിയെന്നാണ് പരാതി. കുരുക്ക് മൂലം പാതി വഴിയിൽ ബസ്സുകൾ ട്രിപ്പുകൾ അവസാനിപ്പിക്കേണ്ടി വരികയാണെന്നും ഇതേ തുടർന്ന് ബസ് സർവീസുകൾ ഭാരിച്ച നഷ്ടത്തിലാകുന്നുവെന്നും ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഇരുട്ടുകാലം മുതൽ 2 മൈൽ വരെയുള്ള ആനച്ചാൽ റൂട്ട്, ആനച്ചാൽ ടൗൺ ഉൾപ്പെടെ ഉള്ള ആ റൂട്ടിലെ ഒരു കാരണവശാലും വണ്ടി മണിക്കൂറുകളാണ് ബ്ലോക്കിൽ വരുന്നത്. ആ ബ്ലോക്ക് എന്ന് പറയുന്നത് മനഃപൂർവ്വം വരുത്തി തീർക്കുന്ന കുറച്ച് സ്ഥാപനങ്ങളാണ്. ആനച്ചാൽ ടൗണിലെ സ്ഥിതി അതിലും ഉപരിയാണ്. കാരണം ടൗണിൽ ബസ് സ്റ്റോപ്പുണ്ട്, നേരത്തെ ബസ് സ്റ്റോപ്പ് അനുവദിച്ചു കൊടുത്തിട്ടുള്ള സ്റ്റോപ്പുകളുണ്ട്. അവിടെ ഒന്നും വണ്ടി നിർത്താൻ പറ്റില്ല, വണ്ടി നിർത്താനുള്ള സാഹചര്യമില്ല. അവിടെ എല്ലാം വണ്ടിയാണ്, 2 നിലയിലും വണ്ടികളാണ്. അപ്പോൾ ബസ് പോയിട്ട് കിട്ടുന്ന സ്ഥലത്ത് റോഡിൻ്റെ നടുക്ക് നിർത്താനേ സാധിക്കുമോ? നടുക്ക് നിർത്തും. വിദ്യാർത്ഥികളൊക്കെ വണ്ടിയിൽ നിന്ന് ലോറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് എങ്ങോട്ടാ പോണേന്ന് അവർക്ക് തന്നെ അറിയാൻ പാടില്ല. നമ്മൾ ജീവനക്കാരും നമ്മൾ കണ്ടാൽ നമുക്ക് പേടിയാവും. അത്തരത്തിലുള്ളതാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തും വെള്ളത്തൂർ ഗ്രാമപഞ്ചായത്തും സ്ഥിതി ചെയ്യുന്ന 2 കൂടി ബോർഡറാണ് ഈ ആനച്ചാൽ ടൗൺ എന്ന് പറയുന്നത്. മൂന്നാർ, കോവിലൂർ, മാട്ടുപ്പെട്ടി, കാന്തല്ലൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചതോടെ സ്പൈസസ് ഷോപ്പുകൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ പാതയോരം കൈയടക്കിയുള്ള അനധികൃത പാർക്കിങ്ങിനെ തുടർന്ന് പെർമിറ്റിൽ അനുവദിച്ചു നൽകിയിട്ടുള്ള സമയത്ത് ബസ്സുകൾ കൂടിയെത്താൻ കഴിയുന്നില്ല. അവിടെ കടകൾ ചെയ്യുന്ന ആളുകളാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഈ വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കാതെ ഈ റോഡ് സൈഡിൽ വണ്ടികളെല്ലാം പാർക്ക് ചെയ്യുവാനുണ്ട്. അവരതിനുള്ള ഒത്താശ ചെയ്ത് കൊടുക്കും. അവർ 3-4 പേരെ അവിടെ റോഡ് സൈഡിൽ നിർത്തിയേക്കുവാണ് വണ്ടി പാർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ട്. അപ്പോൾ നിലവിൽ നമ്മൾ ബസ് പോകുമ്പോൾ ഒരു തട്ടോ മുട്ടോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ വണ്ടി അന്നത്തെ ചാലും പോകും. ആ രീതിയിലാണ് ഇന്നത്തെ സാഹചര്യം. ഇതോടൊപ്പം കൂമ്പൻപാറ, ഇരുട്ടുകാനം, ആനച്ചാൽ എന്നിവിടങ്ങളിൽ റോഡിനോട് ചേർന്നുള്ള സിപ്പ് ലൈനുമായി ബന്ധപ്പെട്ടുള്ള അനധികൃത പാർക്കിങ്ങും ബസ് ഗതാഗതം തടസ്സപ്പെടുത്തുകയാണ്. ചോക്ലേറ്റ് ഫാക്ടറി, ഹോട്ടലുകൾ, സ്പൈസസ് ഷോപ്പ് എന്നിവിടങ്ങളിൽ എത്തുന്ന വാഹനങ്ങളുടെ പാർക്കിങ്ങിന് പാതയോരമാണ് സ്ഥാപന ഉടമകൾ നൽകുന്നത്. ഇത് കുരുക്ക് വർദ്ധിക്കാനിടയാക്കുന്നു. പ്രശ്നപരിഹാരത്തിനായി പഞ്ചായത്ത്, പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് എന്നിവരുടെ ഇടപെടൽ ഉണ്ടാകണമെന്നും അല്ലാത്തപക്ഷം സമരപരിപാടികളിലേക്ക് കടക്കുമെന്നും യൂണിറ്റ് പ്രസിഡന്റ് പി.സി. രാജൻ, സെക്രട്ടറി C.A. നവാസ്, ജോയിന്റ് സെക്രട്ടറി മെൽബിൻ ജോസ്, ട്രഷറർ ജോഷി പി. ജോൺ എന്നിവർ വ്യക്തമാക്കി. ഉപ്പുതറ പരപ്പിൽ വിശുദ്ധ ചാവറ പിതാവിന്റെ തിരുനാളിന് തുടക്കമായി. CMI സഭയിലെ വൈദികരുടെ നേതൃത്വത്തിൽ നടന്ന വിശുദ്ധ കുർബാനയോടെയാണ് തിരുനാളിന് തുടക്കമായത്. 3 ദിവസങ്ങളിലായി പരപ്പ് മാർത്തോമ CMI ഭവനിലാണ് തിരുനാൾ ആഘോഷങ്ങൾ നടക്കുന്നത്. തിരുനാളിന്റെ ഭാഗമായി വിശുദ്ധ കുർബാനയും നൊവേനയും ഉണ്ടായിരിക്കും. പ്രധാന തിരുനാൾ ദിവസങ്ങളായ ജനുവരി 1, 2, 3 തീയതികളിൽ ആ തിരുനാളിനെ മനോഹരമാക്കുവാൻ, ചൈതന്യവത്താക്കുവാനായിട്ട് 1500 വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ ഇതാ ഇവിടെ ഈ പുണ്യഭൂമിയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. പ്രധാന തിരുനാൾ ദിവസമായ 3-ാം തീയതി വൈകുന്നേരം 5 മണിക്കുള്ള കുർബാനയ്ക്ക് ശേഷം നമ്മുടെ പരപ്പ് ജംഗ്ഷനിൽ വചന സന്ദേശം നൽകുവാനായി അഭിവന്ദ്യ ജേക്കൻ മുരിക്കൻ പിതാവ് കടന്നു വരുന്നുണ്ട്. പ്രധാന തിരുനാൾ ദിനമായ ജനുവരി 3-ാം തീയതി വൈകിട്ട് 7 മണിക്ക് മാർ ജേക്കബ് മുരിക്കൻ പിതാവ് സന്ദേശം നൽകും. വിശുദ്ധ കുർബാനയോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. നിരവധി വിശ്വാസികൾ കുർബാനയിൽ പങ്കെടുത്തു. തിരുനാളിനോടനുബന്ധിച്ച് തിരുശേഷിപ്പ് വണക്കവും ഒരുക്കിയിട്ടുണ്ട്. വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും തിരുശേഷിപ്പുകൾ കണ്ടു വണങ്ങാൻ അപൂർവ അവസരമൊരുക്കി ഉപ്പുതറ പരപ്പ് മാർത്തോമ CMI ഭവൻ. കാർലോ അക്വിറ്റി ഫൗണ്ടേഷനും ഇന്ത്യൻ ഏഷ്യൻ ഫൗണ്ടേഷനും സംയുക്തമായാണ് തിരുശേഷിപ്പ് പ്രദർശനവും വണക്കവും ഒരുക്കിയിരിക്കുന്നത്. മാർത്തോമ CMI ഭവനിലാണ് അത്യപൂർവ തിരുശേഷിപ്പ് വണക്കവും പ്രദർശനവും ഒരുക്കിയിരിക്കുന്നത്. പരപ്പ് CMI ഭവനിലെ ദേവാലയത്തിൽ വിശുദ്ധ ചവറയച്ചന്റെ തിരുനാളിനോടനുബന്ധിച്ചാണ് അത്യപൂർവമായ തിരുശേഷിപ്പ് വണക്കം ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ ഇന്ന് 1500 വിശുദ്ധരുടെ തിരുശേഷിപ്പാണ് ഇവിടെ വണങ്ങുന്നതിന് വേണ്ടി ചാവറ പിതാവിൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. വിശുദ്ധ കുരിശിൻ്റെ തിരുശേഷിപ്പുണ്ട്. അതുപോലെ തന്നെ കർത്താവിൻ്റെ മുൾമുടിയുടെ തിരുശേഷിപ്പ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധ ദേവമാതാവിൻ്റെ
ശിരോവസ്ത്രത്തിൻ്റെ തിരുശേഷിപ്പുണ്ട്. വിശുദ്ധ തോമാസ് ലീഗായുടെ മാതാവ് കെട്ടിക്കൊടുത്തിട്ടുള്ള അരക്കെട്ടിൻ്റെ തിരുശേഷിപ്പുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ ദൈവസഹായം പിള്ളയുടെ കാൽമുട്ടിൻ്റെ തിരുശേഷിപ്പ് ഇവിടെ പ്രത്യേകമായിട്ട് വണക്കത്തിന് വേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാർലോ അക്കറ്റിസിൻ്റെ തിരുശേഷിപ്പുകൾ. യേശുക്രിസ്തുവിനെ തറച്ച വിശുദ്ധ കുരിശിന്റെ ഭാഗങ്ങൾ, തലയിൽ വെച്ച മുൾക്കിരീടത്തിന്റെ അംശങ്ങൾ 1-ാം നൂറ്റാണ്ട് മുതൽ അടുത്ത ഏപ്രിലിൽ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടുന്നവരുടെ വരെ തിരുശേഷിപ്പുകളിൽ വിശുദ്ധരും വാഴ്ത്തപ്പെട്ടവരും ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ, വസ്ത്രഭാഗങ്ങൾ, ശരീരഭാഗങ്ങൾ എന്നിവയാണ് തിരുശേഷിപ്പായി സൂക്ഷിച്ചിരിക്കുന്നത്. കാർലോ അക്വിറ്റി ഫൗണ്ടേഷനും എഫ്രൈം കുന്നപ്പള്ളി അംഗമായുള്ള ഫാത്തിമൈറ്റ് സന്യാസ സമൂഹവും ചേർന്നാണ് പ്രദർശനം നടത്തുന്നത്. കാർലോ അക്വിറ്റീസിൻ്റെ ഇന്ത്യൻ ഫൗണ്ടേഷൻ്റെയും ഏഷ്യൻ ഫൗണ്ടേഷൻ്റെയും നേതൃത്വത്തിലും ഫാത്തിമൈറ്റ് സന്യാസ സമൂഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന തിരുശേഷിപ്പുകൾ. 1500 പരം തിരുശേഷിപ്പുകളിൽ 500 പരം ഫസ്റ്റ് ക്ലാസ് റിലീക്സും ബാക്കി 1000 വിശുദ്ധർ ഉപയോഗിച്ച അവരുടെ വസ്ത്രങ്ങളും അവരുടെ ഉപയോഗിച്ച വസ്തുക്കളുമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഇന്നേകം തന്നെ 24 ഇടങ്ങളിൽ നമ്മൾ ഈ തിരുശേഷിപ്പ് പ്രദർശനം സംഘടിപ്പിച്ചു. മാന്നാനം പള്ളിയിലായിരുന്നു ഇതിനു മുമ്പ്. ചാവറേശ്വര തിരുനാളോടനുബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പുണ്യമായ ഈ സുദിനത്തിലേക്ക്, ഈ പുണ്യമായ സ്ഥലത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. റോമിൽ നിന്നും വിവിധ രാജ്യങ്ങളിൽ നിന്നുമായി 25 വർഷത്തെ ശ്രമഫലമായാണ് സഭാ അധികൃതരുടെ സാക്ഷ്യപത്രങ്ങളോടെ തിരുശേഷിപ്പുകൾ ഫൗണ്ടേഷൻ ലഭിച്ചത്. 24 സ്ഥലത്ത് പ്രദർശനവും വണക്കവും ഒരുക്കിയതിനു ശേഷമാണ് പരപ്പ് CMI മാർത്തോമ ഭവനിൽ ഇവ എത്തിച്ചിരിക്കുന്നത്. തിരുശേഷിപ്പ് വണക്കത്തിനും പ്രദർശനത്തിനും ഏതെങ്കിലും ഇടവക അധികൃതർ ആവശ്യമുന്നയിച്ചാൽ ഒരുക്കാൻ ഫൗണ്ടേഷൻ തയ്യാറാണെന്നും അധികൃതർ അറിയിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വണ്ടിപ്പെരിയാർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച വ്യാപാരോത്സവത്തിന്റെ ഭാഗമായ മെഗാ നറുക്കെടുപ്പ് നടന്നു. പീരുമേട് MLA വാടൂർ സോമൻ മെഗാ നറുക്കെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. പരിപാടിയോടനുബന്ധിച്ച് നടന്ന വ്യാപാരിക്കൊരു കൈത്താങ്ങ് പദ്ധതിയുടെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിൽ നിർവഹിച്ചു. കോർപ്പറേറ്റ് കമ്പനികളുടെ കടന്നുവരവ് ഗ്രാമീണ മേഖലയിൽ കൂടിയതോടെ വ്യാപാര മേഖല പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ സാഹചര്യത്തിൽ ഉപഭോക്താവിനെ ഒപ്പം ചേർത്ത് പിടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഓരോ യൂണിറ്റിലും വിവിധങ്ങളായ പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് വണ്ടിപ്പെരിയാർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വ്യാപാരോത്സവം ആരംഭിച്ചത്. പദ്ധതിയുടെ ഭാഗമായ മെഗാ നറുക്കെടുപ്പാണ് വണ്ടിപ്പെരിയാറിൽ നടന്നത്. പരിപാടിയിൽ യൂണിറ്റ് പ്രസിഡന്റ് S. അൻപുരാജ് അധ്യക്ഷനായിരുന്നു. പീരുമേട് MLA വാടൂർ സോമൻ നറുക്കെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. വ്യാപാരികൾക്ക് ചികിത്സാ സഹായത്തിനായി ആരംഭിച്ച വ്യാപാരിക്കൊരു കൈത്താങ്ങ പദ്ധതിയുടെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിൽ നിർവഹിച്ചു. കൂപ്പൺ പദ്ധതിയുടെ മെഗാ നറുക്കെടുപ്പാണ് നടക്കുന്നത്. വ്യാപാരികള് അവരുടെ ഏറ്റവും വലിയ പൂജ്യരായി കാണുന്ന ബഹുമാനപ്പെട്ട ഉപഭോക്താക്കൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മെഗാ സമ്മാന നറുക്കെടുപ്പ് പദ്ധതി. ഒരു വലിയ 1ാം സമ്മാനം ബൈക്കൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ട് ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒട്ടനവധി സമ്മാനങ്ങളുമായിട്ടാണ് വണ്ടിപ്പെരിയാർ യൂണിറ്റ് ഇങ്ങനൊരു സമ്മാന പദ്ധതി നടപ്പാക്കാൻ 3 മാസം മുൻപ് തീരുമാനിച്ചതും ഇന്ന് അതിന്റെ സമാപന നറുക്കെടുപ്പും നടക്കുന്നത്. വ്യാപാരി വ്യവസായ ഏകോപന സമിതി പീരുമേട് താലൂക്ക് പ്രസിഡന്റ് ജെയിംസ് മുള്ളൂർ, മറ്റ് നേതാക്കളായ ഉമ്മർ ഫാറൂഖ്, TH തമ്പി, SM ജയിലാനി തുടങ്ങിയവർ സംസാരിച്ചു. നറുക്കെടുപ്പിൽ 1ാം സമ്മാനമായ ബൈക്ക് വണ്ടിപ്പെരിയാർ സ്വദേശി അയ്യപ്പന് ലഭിച്ചു. കൂടാതെ നിരവധി സമ്മാനങ്ങളും ഒരുക്കിയിരുന്നു. മൂന്നാറിലെ ഓരോ വിനോദസഞ്ചാര സീസൺ കടന്നു പോകുമ്പോഴും ഉയരുന്ന പരാതിയാണ് ഗതാഗതക്കുരുക്ക്. ഇത്തവണയും അതിന് യാതൊരു മാറ്റവുമില്ല. റോഡുകളുടെ ശോചനീയാവസ്ഥയും പാർക്കിങ്ങിന് മതിയായ ഇടമില്ലാത്തതുമാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമാക്കുന്നത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായിട്ടും എന്തുകൊണ്ട് ഏറ്റവും അടിസ്ഥാനപരമായി പരിഹരിക്കേണ്ടുന്ന ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം കാണുന്നില്ല എന്ന ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നു. ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾക്കായി മൂന്നാറിലേക്ക് സഞ്ചാരികൾ അധികമായി എത്തിത്തുടങ്ങിയതോടെ പതിവ് പോലെ ഇത്തവണയും മൂന്നാറിലെ ഗതാഗതക്കുരുക്ക് വർദ്ധിച്ചു. മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിൽ കഴിഞ്ഞ ദിവസം മണിക്കൂറുകളോളമാണ് ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടത്. ആനച്ചാൽ 2ാം മൈൽ റോഡിലും 2ാം മൈൽ മൂന്നാർ റോഡിലും തിരക്കേറുന്നതോടെ ഗതാഗതക്കുരുക്കിന് കുറവൊന്നുമില്ല. മൂന്നാർ മറയൂർ റോഡിലും മൂന്നാർ ടൗണിലും സ്ഥിതി സമാനം തന്നെ. റോഡിൽ വാഹനങ്ങൾ കുരുങ്ങുന്നതോടെ വിനോദസഞ്ചാരികളുടെ യാത്ര തന്നെ ദുരിതത്തിലാകും. പലരും കാഴ്ചകൾ പാതി വഴിയിൽ മതിയാക്കി മടങ്ങുന്നവരുമുണ്ട്. நல்லா இருக்கு கிளைமேட் எல்லாம். ஆனால் ஒரே இஷ்யூ என்னன்னு கேட்டிங்கன்னா இங்கே டிராஃபிக் அதிகமாகிடுச்சுன்னா பார்க்கிங் பிரச்சனை ஒன்று இருக்குது. அது மட்டும் கொஞ்சம் இங்கே இருக்கிற லோக்கல் கவர்மெண்ட் வந்து கொஞ்சம் ஏதாவது ஃபெசிலிட்டி பண்ணி கொடுத்தாங்கன்னா கரெக்டாக இருக்கும்.
மற்றபடி நல்லா இருக்குது. அந்த கிளைமேட் நல்லா இருக்குது, ப்ளசண்ட்டாக இருக்குது. மற்றபடி எந்த பிரச்சனையும் இல்லை. இந்த ஒரே ஒரு இஷ்யூ பார்க்கிங் இஷ்யூ மட்டும்தான். அது மட்டும் கொஞ்சம் கிளியர் பண்ணி கொடுத்துட்டாங்கன்னா, ப்ளஸ் அந்த போலீஸ்லாம் வந்து கொஞ்சம் இருக்கணும். அங்கங்கே வந்து பார்க்கிங் ஆகும்போது கொஞ்சம் ക്ലിയർ பண்ணி വിടുறதுக்கு வந்து പോലീസ് ഇല്ല. അത് மட்டும் நீங்கள் கொஞ்சம் பண்ணி കൊടുത്താൽ കറക്റ്റ് ആകും. വളരെ ബുദ്ധിമുട്ടാണ്. വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലവും ഇല്ല. ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ അവിടെ നിന്ന് ആനച്ചാലിൽ നിന്ന് മുകളിലോട്ട് കയറി വന്നത് തന്നെ എനിക്ക് തോന്നുന്നൊരു ഞാനൊരു അരമണിക്കൂർ ട്രാഫിക് കിടന്നു. നല്ല രീതിയിൽ നല്ല ബ്ലോക്കുണ്ട് ഇവിടുത്തെ. ഇത് ഈ മാട്ടുപ്പെട്ടി സൈഡൊക്കെ നമ്മൾ പോയി നോക്കണം. മാട്ടുപ്പെട്ടി സൈഡ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴും ഇങ്ങോട്ട് പോയപ്പോഴും ഏകദേശം 3 മണിക്കൂറോളം മൂന്നാർ ടൗണിൽ ട്രാഫിക് ബ്ലോക്ക് പെട്ട് കിടന്നു. ശരിക്കും മൂന്നാർ നോക്കിക്കഴിഞ്ഞാൽ മൂന്നാർ എന്തുകൊണ്ടും ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ഒരു പ്ലേസാണ്. കാരണം ക്ലൈമറ്റ് വളരെ നല്ലതാണ്. നല്ല ഒത്തിരി തേയിലത്തോട്ടങ്ങളുണ്ട്. ആൾക്കാർ ഭയങ്കര വെൽക്കമിങ് ആണ്. പക്ഷേ ഈ ഒരു ട്രാഫിക്കിൻ്റെ പ്രശ്നം സോൾവ് ചെയ്യാതെ എനിക്ക് തോന്നുന്നു മൂന്നാറിന് മുന്നോട്ട് പറ്റത്തില്ല. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായിട്ടും എന്തുകൊണ്ട് ഏറ്റവും അടിസ്ഥാനപരമായി പരിഹരിക്കേണ്ടുന്ന ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം കാണുന്നില്ല എന്ന ചോദ്യം പ്രദേശവാസികളും വിനോദസഞ്ചാരികളും മുമ്പോട്ട് വയ്ക്കുന്നു. റോഡുകളുടെ വീതിക്കുറവാണ് ഗതാഗതക്കുരുക്കിന്റെ ഒന്നാമത്തെ കാരണം. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ മതിയാംവിധം പാർക്കിംഗ് സൗകര്യമില്ലാത്തതും ചിലയിടങ്ങളിൽ റോഡുകളുടെ ശോചനീയാവസ്ഥയും തിരക്കുള്ള സമയങ്ങളിലെ തോന്നുംപടിയുള്ള വാഹന പാർക്കിംഗും ഗതാഗതക്കുരുക്കിന് ആക്കം കൂട്ടുന്നു. സീസൺ ആരംഭിക്കും മുമ്പേ എടുക്കുന്ന തീരുമാനങ്ങൾ ഫലപ്രദമായി നടപ്പാക്കുന്നതിൽ കാണിക്കുന്ന വിമുഖതയും പ്രശ്നത്തിന് കാരണമാകുന്നു. ദേശീയപാത നവീകരണ ജോലികൾ നടക്കുന്നതിനാൽ വളറ മുതൽ ഇപ്പോൾ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന സ്ഥിതിയുമുണ്ട്. പ്രശ്നപരിഹാരമെന്ന് ബന്ധപ്പെട്ടവർ വെറുതെ പറഞ്ഞു പോകാതെ ശാശ്വതമായ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം. കട്ടപ്പന ലയൺസ് ക്ലബ്ബും ലയൺസ് ലിയോ ക്ലബ്ബും സംയുക്തമായി മയക്കുമരുന്നിനെതിരെ യുവജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ ലയൺസ് ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിൽ യൂണിറ്റി ഇടുക്കി ജേതാക്കളായി. ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318 സിയുടെ സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ VS ജയേഷ് സമ്മാനദാനം നിർവഹിച്ചു. കട്ടപ്പന ATS അരീനയിൽ വെച്ചാണ് മത്സരങ്ങൾ നടന്നത്. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും 16 ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. ഫൈനലിൽ മെസ്സഞ്ചർ ശാന്തിഗ്രാമിനെ 1-5 ഗോളുകൾക്ക് യൂണിറ്റി ഇടുക്കി തോൽപ്പിച്ചു. വിജയികളായ യൂണിറ്റി ടീമിന് M കുര്യൻ ഒരപ്പാങ്കൽ എവറോളിംഗ് ട്രോഫിയും RMS സ്പൈസസ് നൽകിയ 15,000 രൂപയും സമ്മാനമായി കൈമാറി. രണ്ടാം സ്ഥാനം നേടിയ മെസ്സഞ്ചർ ശാന്തിഗ്രാമിന് കട്ടപ്പന ചിക്ക് ഫെസ്റ്റ് സ്പോൺസർ ചെയ്ത ട്രോഫിയും 7,500 രൂപയുമായിരുന്നു സമ്മാനം. ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318 സിയുടെ സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ VS ജയേഷ് സമ്മാനദാനം നിർവഹിച്ചു. സ്പോൺസർ ചെയ്ത ഏർപ്പാടുകൾ കുടുംബാംഗങ്ങളായ സാൻ കുര്യൻ, സെൻസ് കുര്യൻ, വിജുചുമ്മമംഗലം. യുവാക്കളുടെ ഇടയിൽ ലഹരി ഉപയോഗം തടയുന്നതിനും കായികപരമായും ആരോഗ്യപരമായുമുള്ള ലഹരിയിലേക്ക് അവരെ അടുപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് കട്ടപ്പന ലയൺസ് ക്ലബ്ബും ലയൺസ് ലിയോ ക്ലബ്ബും ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. ക്ലബ് പ്രസിഡന്റ് സെൻസ് കുര്യൻ, സെക്രട്ടറി ജെബിൻ ജോസ്, ട്രഷറർ K ശശിധരൻ, ജോയിന്റ് സെക്രട്ടറി അലൻ വിൻസെന്റ്, ഡിസ്ട്രിക്ട് ഭാരവാഹികളായ ശ്രീജിത്ത് ഉണ്ണിത്താൻ, ജോർജ് തോമസ്, ലിയോ ക്ലബ് കോർഡിനേറ്റർ അമൽ മാത്യു തുടങ്ങിയവർ നേതൃത്വം നൽകി. കട്ടപ്പന വെട്ടിക്കുഴക്കവല ഹാപ്പി നഗർ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. നഗരസഭാ കൗൺസിലർ സിജു ചക്കുമൂട്ടിൽ ഉദ്ഘാടനം ചെയ്തു. കേക്ക് മുറിച്ചാണ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ വേങ്ങപ്പള്ളിയിൽ അധ്യക്ഷത വഹിച്ച പരിപാടി നഗരസഭാ കൗൺസിലർ സിജു ചക്കുമൂട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ജീവിച്ചിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എപ്പോഴും ഒരു പ്രതീക്ഷ ഉണ്ടാവണം, ഒരു പുതിയ ചിന്തയുണ്ടാവണം, നല്ല കാഴ്ചപ്പാടുണ്ടാവണം. ആ പ്രതീക്ഷയ്ക്കൊത്ത് നമുക്ക് ഉയരാൻ സാധിക്കണം. അത്തരത്തിൽ പ്രതീക്ഷകൾക്കൊത്ത് നമുക്ക് ഉയരാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകളാണ്. നമുക്ക് ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകൾ നമുക്ക് ഊർജ്ജമാണ്. മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു പ്രതീക്ഷയാണ് ഈ മീറ്റിങ്ങുകൾ നൽകുന്നത്. പരസ്പരം കാണുകയും കേൾക്കുകയും സംസാരിക്കുകയും പാട്ടുകൾ പാടുകയും ഡാൻസ് കളിക്കുകയും അത്തരത്തിൽ നമ്മുടെ മനസ്സിലുള്ള എല്ലാ വിഷമതകളും മറന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കൂടാൻ കിട്ടുന്ന ഒരവസരങ്ങൾ പോലും നഷ്ടപ്പെടാതെ ഒരുമിച്ച് കൂടുമ്പോഴാണ് നമുക്ക് ഇമ്പം ഉണ്ടാകുക. റിട്ടയേർഡ് ഹെൽത്ത് ഇൻസ്പെക്ടർ KA മാത്യു ക്രിസ്തുമസ് ന്യൂ ഇയർ സന്ദേശം നൽകി. നഗരസഭാ കൗൺസിലർ രാജൻ കാലാച്ചുറ, ഗാനരചയിതാവ് ലിൻറ്റോ ആന്റണി, തോമസ് കളപ്പുരയ്ക്കൽ, വിജി ഐസക്, റൂബിൻ കോട്ടക്കുഴിയിൽ തുടങ്ങിയവർ സംസാരിച്ചു. അഭിലാഷ് കുളമാക്കൽ, ഷൈനി ഫിലിപ്പ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പുതുവത്സരപ്പിറവിയിൽ പുതിയ പദ്ധതിയുമായി നെടുങ്കണ്ടം പച്ചടി ശ്രീനാരായണ LP സ്കൂൾ. എല്ലാ ആഴ്ചയിലും കുട്ടികൾക്ക് പാൽപ്പായസം വിതരണം ചെയ്യുന്ന പദ്ധതിക്കാണ് സ്കൂളിൽ തുടക്കമായത്. പുതുവർഷത്തിന്റെ ഭാഗമായി കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ, ചിത്രരചന,
പ്രസംഗ മത്സരങ്ങൾ തുടങ്ങിയവ നടന്നു. സ്കൂൾ മാനേജ്മെന്റും PTA-യും MBTA-യും ചേർന്നാണ് സ്കൂളിൽ എല്ലാ ആഴ്ചയിലും പാൽപ്പായസം വിതരണം ചെയ്യുന്ന പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുന്നത്. PTA പ്രസിഡന്റ് അനിൽ വലിയ വീട്ടിൽ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു. ഹെഡ്മാസ്റ്റർ PK ബിജു, നെടുങ്കണ്ടം ഉപജില്ലാ ഓഫീസർ ഷിജോ ജോർജ്, സ്കൂൾ മാനേജർ സജി ചാലിൽ, മാനേജ്മെന്റ് കമ്മിറ്റി സെക്രട്ടറി മണിക്കുട്ടൻ AV, ഷാജി പ്രതികാലായിൽ തുടങ്ങിയവർ സംസാരിച്ചു. പുതുവർഷ ദിനത്തിൽ ലഹരിക്കെതിരെയുള്ള പരിപാടികളുമായി വാഴത്തോപ്പ് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ. ലഹരി വിരുദ്ധ പരിപാടികളുടെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ ഫാദർ ഫ്രാൻസിസ് ഇടവക്കണ്ടം നിർവഹിച്ചു. പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. തുടർന്ന് വാഴത്തോപ്പ് ടൗണിലേക്ക് നടന്ന റാലി സ്കൂൾ പ്രിൻസിപ്പൽ ജിജോ ജോർജ് ഫ്ളാഗ് ഓഫ് ചെയ്തു. സ്കൗട്ട് ആൻഡ് ഗൈഡ് കുട്ടികളുടെ ഫ്ലാഷ് മോബ് ഏറെ ശ്രദ്ധേയമായി. ലഹരി വിരുദ്ധ ക്ലബ്, NSS, സ്കൗട്ട് ആൻഡ് ഗൈഡ് എന്നീ സംഘടനകളുടെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി നടന്നത്. അധ്യാപകരായ സുനീഷ് തോമസ്, സിജോ ജോൺ, റീന ചൊറിയാൻ, രമ്യ ആന്റണി, റിൻസി ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ചികിത്സയ്ക്കുൾപ്പെടെ പണം കണ്ടെത്താൻ കഴിയാതെ പ്രതിസന്ധിയിൽ കഴിയുകയാണ് ഇരട്ടയാർ വാഴവര SC കോളനിയിലെ താമസക്കാരനായ കൊന്നച്ചോട്ടിൽ കുറുമ്പൻ കുഞ്ഞുമോൻ. ചികിത്സാ സഹായം ലഭിക്കുന്നതിനായി ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിലടക്കം വർഷങ്ങളായി ഇദ്ദേഹം കയറിയിറങ്ങിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പ് കുഞ്ഞുമോന് ഹൃദയ സംബന്ധമായ അസുഖമുണ്ടായി. ഇതോടെ ജോലിക്ക് പോകാൻ കഴിയാതെ വീട്ടിലിരിപ്പായി. ഇതിനുശേഷം നാഡീ സംബന്ധമായ അസുഖവും ബാധിച്ചു. ഇതോടെ നേരെ ചൊവ്വെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായി. ഭാര്യയ്ക്കും വിവിധ രോഗങ്ങൾ ഉണ്ട്. ഈ സാഹചര്യത്തിൽ തുടർ ചികിത്സയ്ക്കായി ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിന്റെ സഹായം ലഭിക്കുന്നതിന് നാളുകളായി ഇദ്ദേഹം വിവിധ ഓഫീസുകൾ കയറിയിറങ്ങിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. ഞങ്ങൾ അങ്ങോട്ട് ചെല്ലാത്തതിൻ്റെ കുഴപ്പമാണെന്നാണ് ഓരോ സർക്കാരും പറയുന്നത്. ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഫണ്ടുകളുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ചെന്ന് കഴിയുമ്പോൾ 100 100 കടലാസുകൾ അവർ ചോദിക്കുന്നു. ഈ കടലാസുകളെല്ലാം നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അവർ ഓരോ ഒഴിവ് അവർ പറഞ്ഞു തരും. അങ്ങനെ കാര്യങ്ങൾ താലൂക്ക് മുതൽ വില്ലേജ് മുതൽ കളക്ടർ ഓഫീസ് വരെ നമ്മൾ ഇതും കൊണ്ട് വർഷങ്ങളായിട്ടും മാസങ്ങളായിട്ടും നടന്നു കഴിഞ്ഞപ്പം ഈ 2000 രൂപ തന്നു കഴിഞ്ഞിട്ട് വീണ്ടും അപേക്ഷ ഈ മന്ത്രി മുതൽ താഴോട്ടുള്ളവർക്കെല്ല അപേക്ഷ വെച്ച് കഴിയുമ്പോൾ അവർ ഓരോന്ന് അവർ പറഞ്ഞു. എഴുത്തും വായന എനിക്കറിയത്തില്ല. എനിക്ക് സ്ഥിരമായിട്ടൊരു സർക്കാരിൽ ഒരു സ്വയം തൊഴിലിനുള്ള പൈസ തന്നു കഴിഞ്ഞാൽ എനിക്കൊരു വരുമാനവുമാകും. എനിക്ക് ആശുപത്രിയിൽ മുടങ്ങാതെ പോയി ചികിത്സയ്ക്കുള്ള കാശും എനിക്കുണ്ടാകും. ആരോഗ്യ പ്രശ്നങ്ങൾ വകവയ്ക്കാതെ ഭാര്യ കൂലിപ്പണിക്ക് പോയി ലഭിക്കുന്ന ചെറിയ തുക ഉപയോഗിച്ചാണ് നിലവിൽ ഇവർ കഴിയുന്നത്. കുഞ്ഞുമോന്റെ ചികിത്സ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് നടത്തുന്നത്. മാസത്തിൽ ഒരു തവണ ഇവിടെ പോയി വരണം. ഇതിനായുള്ള വണ്ടിക്കൂലിക്ക് പോലുമുള്ള വരവ് തന്റെ കയ്യിലില്ലെന്ന് ഇദ്ദേഹം പറയുന്നു. ഇതുമൂലം കൃത്യമായി ആശുപത്രിയിൽ പോകാറില്ല. മന്ത്രി, MLA, MP എന്നിവർക്കടക്കം തന്റെ ദയനീയ അവസ്ഥ ചൂണ്ടിക്കാട്ടി നിവേദനം നൽകിയിട്ടുണ്ട്. നിലവിൽ നാട്ടുകാരുടെ സഹായം തേടിയാണ് ഈ കുടുംബം കഴിയുന്നത്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇടുക്കി ഡിസ്ട്രിക്ട് ട്രഡീഷണൽ കാർഡമം പ്രൊഡ്യൂസർ കമ്പനി ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 178. വിൽപ്പനയ്ക്ക് വന്നത് 37,116. വിൽപ്പന നടന്നത് 36,975. കൂടിയ വില 4,002. ശരാശരി വില 3,006. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 630 രൂപ. ഏലം കൂടിയ വില 2,900. ഏലം ശരാശരി വില 2,500.
കാപ്പിപ്പരിപ്പ് 400, ഗ്രാമ്പു 925, കൊക്കോ 150, റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 7150 രൂപ, വെള്ളി 98. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കട്ടപ്പനയിലെ നിക്ഷേപകന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട CPI നേതാവ് KK ശിവരാമന്റെ പരാമർശത്തിന് മറുപടിയുമായി CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. ശിവരാമന്റെ മാനസിക നില CPI പരിശോധിക്കണം. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ അവജ്ഞയോടെ തള്ളുന്നു. ഞങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകാൻ ശിവരാമനെ ചുമതലപ്പെടുത്തിയിട്ടില്ല. CPMനെ നന്നാക്കാൻ ശിവരാമൻ ശ്രമിക്കേണ്ടെന്നും CV വർഗീസ്. കുട്ടിക്കാനത്ത് പുതുവത്സരാഘോഷത്തിനിടെ കാർ കൊക്കയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. മരിച്ചത് കാഞ്ഞിരപ്പള്ളി ആനിത്തോട്ടം സ്വദേശി ഫൈസൽ. അപകടമുണ്ടായത് ചൊവ്വാഴ്ച രാത്രി. 42-കാരിയായ ആസാം സ്വദേശിയെ പീഡിപ്പിച്ച കട്ടപ്പന സ്വദേശി പിടിയിൽ. കട്ടപ്പന പോലീസിന്റെ പിടിയിലായത് വള്ളക്കടവ് കരിമ്പാനിപ്പിടി സ്വദേശി രാജേഷ് രാമചന്ദ്രൻ. കട്ടപ്പന നഗരസഭാ പരിധിയിലെ സ്ഥാപനങ്ങളിലും ടൗണിനോട് ചേർന്ന വീടുകളിലും ജൈവമാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനായി നിശ്ചയിച്ചിരിക്കുന്ന തുക വ്യാപാരികൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി പരാതി. വിഷയത്തിൽ അനുകൂലമായ നടപടി ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായ സമിതി നഗരസഭാ അധികൃതർക്ക് നിവേദനം നൽകി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.